നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സേഫ് ട്രാക്ക് റെയിൽവേ സുരക്ഷാ ബോധവൽക്കരണവുമായി SPC കേഡറ്റുകൾ. ലക്ഷ്യം യാത്രക്കാർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക. കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകളാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് അബ്ദുൾ സമദ് സമദാനി. സ്വന്തം മണ്ണിനു വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്റ്റേഡിയം കോർണറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം ഡെങ്കു പേടിയിൽ 10 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 11,804 കേസുകൾ. ഇടവിട്ടുള്ള മഴയും കനത്ത വെയിലും കൊതുക് വ്യാപനം കൂട്ടുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. സേഫ് ട്രാക്ക് റെയിൽവേ സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തീവണ്ടികൾക്കും യാത്രക്കാർക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുകയാണ് സേഫ് ട്രാക്കിന്റെ ലക്ഷ്യം. തീവണ്ടികൾക്കും യാത്രക്കാർക്കും നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ SPC കേഡറ്റുകൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അവതരിപ്പിച്ച സേഫ് ട്രാക്ക് റെയിൽവേയുടെ സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനമാണ് നടന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 9 യൂണിറ്റുകളിലെ 300-ലധികം കേഡറ്റുകൾ പങ്കെടുത്തു. ഗാർഡ് ഓഫ് ഓണർ, പൊതുമുതൽ സംരക്ഷണ പ്രതിജ്ഞ, മാർച്ച് പാസ്റ്റ്, ബാൻഡ് ഡിസ്പ്ലേ, മൈം, ഫ്ലാഷ് മോബ്, എയറോബിക്, യോഗ, ഡാൻസ് തുടങ്ങി നിരവധി കലാപരിപാടികളും അരങ്ങേറി. റെയിൽവേ അതോറിറ്റി കേഡറ്റുകൾക്ക് റെയിൽവേ സംവിധാനത്തെപ്പറ്റി ക്ലാസും നൽകി. അടക്കാത്തോട് വീടിനും കൃഷിയിടത്തിനും നേരെ കാട്ടാനയുടെ ആക്രമണം. തകർന്ന ആനമതിൽ കടന്നെത്തിയ കാട്ടാന വാളുമുക്കിലെ കുറുപ്പഞ്ചേരി അച്ചാമ്മയുടെ വീടിനു നേരെയാണ് ആക്രമണം നടത്തിയത്. സമീപത്തെ കൃഷിയിടത്തിൽ കയറി കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലുള്ളവർ ഭയന്ന് നിലവിളിച്ചതോടെ കാട്ടാന മടങ്ങി. സമീപത്തെ നിരവധി കൃഷിയിടങ്ങളിലും കാട്ടാന നാശനഷ്ടമുണ്ടാക്കി. ഒച്ച കെട്ടുണ്ട്. വാതിൽ തുറന്ന് നോക്കുമ്പോ ആന ഇവിടെ നിൽക്കുന്നുണ്ട്. ആ വാതിൽ വേഗം അടിച്ചിട്ട് ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ ആന ഇതെല്ലാം ഒടിക്കും. എന്നിട്ട് അവിടുന്ന് മുത്തി ലൈറ്റ് ഇട്ടപ്പോ ആന ഓടി അങ്ങോട്ട് ചെന്നിട്ട് ആ ഭിത്തിക്ക് അതിനിട്ട് പോയി അടിച്ചു ജനലിട്ട്. ഞങ്ങൾ അതുകൊണ്ട് പേടിച്ച് ലൈറ്റ് ഇട്ടിട്ടില്ല. അവിടെ കിടന്ന് മുത്ത് വിളിക്കുകയും കാറുകയും ചെയ്തു. മുത്ത് ലൈറ്റ് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് ഓഫാക്കി കളഞ്ഞു. പിന്നെ ആന തിരിച്ചിങ്ങോട്ട് പാഞ്ഞു വന്നിട്ട് ഇത് മുഴുവൻ നശിപ്പിച്ചു. നെല്ലിക്കുന്നേൽ സാമുവൽ, വാടയിൽ വർഗീസ്, നെല്ലിക്കുന്നത്ത് മത്തായി, വടക്കേപ്പറമ്പിൽ സ്കറിയ, വാടയിൽ കൊച്ച്, പടിയങ്കണ്ടത്തിൽ ജിജു, ചക്കിമംഗലം കുഞ്ഞച്ചൻ എന്നിവരുടെ കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത്. കർണാടകയിൽ നിന്നും ബസ്സിൽ കടത്തുകയായിരുന്ന മാരക ലഹരി മരുന്നുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. അഞ്ചരക്കണ്ടി മാമ്പ സ്വദേശി AT സവാദിനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ്, എക്സൈസ് ചെക്ക് പോസ്റ്റ് കൂട്ടുപുഴ എന്നിവയുടെ സംയുക്ത വാഹന പരിശോധനയിൽ പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ P. ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതിയിൽ നിന്നും മാരക ലഹരി മരുന്നായ 46 ഗ്രാം മെത്താഫിറ്റമിൻ പിടിച്ചെടുത്തു. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ രാജ്, പ്രിവന്റീവ് ഓഫീസർമാരായ ഷിബു KC, അനിൽകുമാർ KP, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ പങ്കുജാക്ഷൻ എന്നിവരും ചെക്ക് പോസ്റ്റിലെ പ്രിവന്റീവ് ഓഫീസർമാരായ വാസുദേവൻ PC, ബഷീർ C, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരത് PT, റോഷിത്ത്, ഷജേഷ് എന്നിവരും ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വന്ദേ ഭാരതിന് വേണ്ടി മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്ന അവസ്ഥ പരിഹരിക്കപ്പെടുമെന്ന് V. മുരളീധരൻ. പുതിയ റെയിൽവേ ടൈം ടേബിൾ വരുന്നതോടെ എല്ലാ കാര്യത്തിലും വ്യക്തത വരും. എന്നാൽ പുതിയ ടൈം ടേബിൾ എപ്പോൾ വരുമെന്ന കാര്യം ഇപ്പോൾ പറയാനാവില്ലെന്നും V. മുരളീധരൻ കൂട്ടിച്ചേർത്തു. പുതിയ ടൈം ടേബിൾ എപ്പോൾ വരുമെന്ന കാര്യം പറയാൻ പറ്റില്ലെന്നും V. മുരളീധരൻ പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനിന് പുതുതായി സ്റ്റോപ്പ് അനുവദിച്ച ചെങ്ങന്നൂരിൽ ഇന്ന് സ്വീകരണം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ റെയിൽവേയുടെയും ചെങ്ങന്നൂർ പൗരാവലിയുടെയും നേതൃത്വത്തിലാണ് ഔദ്യോഗിക സ്വീകരണം ഒരുക്കിയത്. BJPയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരും സ്വീകരണം ഒരുക്കിയിരുന്നു. റെയിൽവേയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി ചെങ്ങന്നൂരിൽ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് അനുവദിച്ചത് ഏറെ സന്തോഷമുള്ള കാര്യമാണെന്ന് മുരളീധരൻ പറഞ്ഞു. അതേസമയം യാത്രാക്ലേശം പരിഹരിക്കാൻ കേരളത്തിലെത്തിയ വന്ദേ ഭാരത് ഹ്രസ്വദൂര ട്രെയിൻ യാത്രക്കാരുടെ വഴിമുടക്കുന്ന അവസ്ഥയാണുള്ളത്. ശബരിമല തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ചെങ്ങന്നൂർ നിവാസികൾക്ക് പ്രയോജനപ്പെടും. അതോടൊപ്പം രാജ്യം മുഴുവനുള്ള ശബരിമല തീർത്ഥാടകർ ചെങ്ങന്നൂർ കേന്ദ്രമായിക്കൊണ്ട് ചെങ്ങന്നൂർ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എലൈറ്റിംഗ് പോയിന്റ് എന്നുള്ള നിലയിൽ കണക്കാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതായത് 2 സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, വേഗത കൂടിയ യാത്രക്ക് വേണ്ടിയിട്ട് ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഭൂമിയും കിടപ്പാടവും നഷ്ടപ്പെടുന്ന സാഹചര്യം, ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട്
വേഗത കൂടിയ തീവണ്ടി സർവീസ് എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെച്ചത്. അതിൽ റെയിൽവേയുടെ ടൈം ടേബിൾ റിവിഷൻ അത് വർഷത്തിൽ 2 തവണയാണ് റെയിൽവേ സാധാരണഗതിയിൽ നടത്തുന്നത്. ഈ റെയിൽവേയുടെ ടൈം ടേബിൾ റിവിഷൻ നടക്കുന്നതിനിടയിലാണ് നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ വന്നത്. 2 വഴികളാണ് ഉണ്ടായിരുന്നത് റെയിൽവേയുടെ മുന്നിൽ. ഒന്നുകിൽ റെയിൽവേയുടെ ടൈം ടേബിൾ റിവിഷൻ വരെ എത്തി വന്ദേ ഭാരത് ആരംഭിക്കണ്ട എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ റെയിൽവേയുടെ ടൈം ടേബിൾ റിവിഷൻ വരെയുള്ള കുറച്ച് സമയം അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്രമീകരണങ്ങൾ നടത്തുക. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ടൈം ടേബിൾ റിവിഷൻ നടക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും. ട്രെയിനുകൾ പിടിച്ചെടുക്കുകയും യാത്രക്കാർ മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങുകയും ചെയ്യുന്നത് പതിവായതോടെ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. പരിഹാര നിർദ്ദേശങ്ങൾ 15 ദിവസത്തിനകം സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. യാത്രാക്ലേശം പരിശോധിച്ച് പരിഹാര നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷണൽ മാനേജർ 15 ദിവസത്തിനകം മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിക്കുമെന്നാണ് നിർദ്ദേശം. ട്രെയിനുകൾ പിടിച്ചിടുന്നത് ഗുരുതര പ്രശ്നമാണെന്നും റെയിൽവേ മന്ത്രിക്ക് പരാതി അറിയിച്ച് കത്തയച്ചെന്നും മുരളീധരൻ MP പറഞ്ഞു. ഇനിയൊരിടവേള. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സേഫ് ട്രാക്ക് റെയിൽവേ സുരക്ഷാ ബോധവൽക്കരണവുമായി SPC കേഡറ്റുകൾ. ലക്ഷ്യം യാത്രക്കാർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക. കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകളാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് അബ്ദുൾ സമദ് സമദാനി. സ്വന്തം മണ്ണിനു വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്റ്റേഡിയം കോർണറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം ഡെങ്കു പേടിയിൽ 10 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 11,804 കേസുകൾ. ഇടവിട്ടുള്ള മഴയും കനത്ത വെയിലും കൊതുക് വ്യാപനം കൂട്ടുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധന ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധന ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ബാങ്ക് ആൻഡ് സിറ്റിസൺ കണ്ണൂർ, ഫാഹിൽ ആൻഡ് കുവൈറ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. കരളുള്ളവരെ വേദനിപ്പിക്കുന്ന, ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകൾ നടമാടുന്ന, ഒരു വലിയ നീതി നിഷേധത്തിൻ്റെ, ഒരു വലിയ അക്രമത്തിൻ്റെ പേരിലാണ് ഈ ഒരു സമയത്തും കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് ഇത്ര വലിയ ഒരു ജനസഞ്ചയം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള എത്രയോ ജനസഞ്ചയങ്ങളും സംഗമങ്ങളും പ്രതിഷേധങ്ങളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടക്കുകയാണ്. ഇസ്രയേലിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ലോകരാജ്യങ്ങളുടെ നേതാക്കന്മാരുടെ മൂക്കിൻ്റെ മുമ്പിൽ, എന്ന് വെച്ചാൽ ലോക വൻശക്തികൾ, അവരുടെ തലസ്ഥാന നഗരിയിലും ജനങ്ങൾ ഒന്നടങ്കം സമാധാനത്തിന് വേണ്ടി കൂട്ടമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റേഡിയം കോർണറിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി അധ്യക്ഷത വഹിച്ചു. VJ വിൻസെന്റ്, ബാലകൃഷ്ണ പെരിയ എന്നിവർ മുഖ്യാതിഥികളായി. അബ്ദുറഹ്മാൻ കല്ലായി, KT സഹദുള്ള, മഹമ്മൂദ് കാട്ടൂർ, KA ലത്തീഫ്, അൻസാരി തില്ലങ്കേരി, KP താഹിർ തുടങ്ങിയവർ പങ്കെടുത്തു. സംഗീത സാന്ദ്രമായ 9 രാത്രികളോടെ ഇന്ന് നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമായി. നാളെ വിജയദശമി ദിനത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കും. ജില്ലയിൽ വിപുലമായ ഒരുക്കങ്ങൾ. മുനീശ്വരൻ കോവിലിൽ ഇന്ന് മാൻഡലിൻ ചക്രവർത്തി രാജേഷ് ചെന്നൈയുടെ മാൻഡലിൻ കച്ചേരി അരങ്ങേറും. നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും 9 രാത്രികൾക്കാണ് ഇന്ന് അർദ്ധരാത്രിയോടെ സമാപനമാവുന്നത്. നാളെ രഥഘോഷയാത്ര നടക്കും. മുനീശ്വരൻ കോവിലിൽ ഇന്ന് മാൻഡലിൻ വിദഗ്ധൻ രാജേഷ് ചെന്നൈയുടെ മാൻഡലിൻ കച്ചേരി നടക്കും. യശശരീരനായ മാൻഡലിൻ ചക്രവർത്തി U ശ്രീനിവാസന്റെ സഹോദരനാണ് രാജേഷ്. ഇന്നലെ ലാൽഗുഡി JR കൃഷ്ണൻ, വിജയലക്ഷ്മി എന്നിവരുടെ വയലിൻ കച്ചേരിയാണ് നടന്നത്. താളിക്കാവ് മുത്തുമാരിയമ്മൻ കോവിലിൽ ഇന്നലെ പയ്യന്നൂർ മൽഹാർ മ്യൂസിക് ബാൻഡിന്റെ ഗാനമേള നടന്നു. ശ്രീകൃഷ്ണൻ കോവിലിൽ നൃത്യങ്ങളും ഉണ്ടായിരുന്നു. തോലക്കാട് പുതിയപുര മെഗാ കുടുംബ സംഗമം നടന്നു. സീനിയർ പോസ്റ്റ് മാസ്റ്റർ T അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ നടന്ന കുടുംബ സംഗമത്തിൽ കലാകായിക മത്സരങ്ങളും മുതിർന്നവരെ ആദരിക്കൽ ചടങ്ങും നടത്തി. തുടർന്ന് വിവിധ ഇനങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. കാരണം കൂടുമ്പോൾ ഇമ്പം കിട്ടുന്ന ഒരു സംഭവമാണ് കുടുംബം. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നു. പണ്ട് ഇതിനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം കുടുംബങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ടാവുകയും ആ ബന്ധം പുതുക്കാൻ അവരുടെ വീട്ടിൽ പോയി നമ്മുടെ കുട്ടികളുടെ അടക്കം പോയി വിരുന്ന് പോയി താമസിച്ച് ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നല്ല ഓർമ്മയുണ്ട്. കുട്ടികളും ഉമ്മമാരും അപ്പലും ചുട്ട് തലയിൽ അപ്പം വെച്ചിട്ട് പോയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇന്നത് എവിടെയും കാണുന്നില്ല. മുതിർന്നവരെ ആദരിക്കൽ, വിവിധ ഇനങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനദാനം എന്നിവ നടന്നു. മുതിർന്ന കുടുംബാംഗം സീനിയർ പോസ്റ്റ് മാസ്റ്റർ T അഹമ്മദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മഹൽ ഖത്തീബ് ഇബ്രാഹിം മൗലവി പ്രാർത്ഥന നടത്തി. പ്രവാസിയും പത്രപ്രവർത്തകനുമായ T മൊയ്തു അധ്യക്ഷത വഹിച്ചു. സാദിഖ ടീച്ചർ ചരിത്ര അവതരണം നടത്തി. T ഖാദർ, അഷ്കർ വിജയവാഡ, T അബ്ദുള്ള, സലാം മുഹമ്മദ്, K ഷാഹിന, BB കോട്ടൺ റോഡ്, അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു. ഷക്കീർ മൗലവി, MV അബ്ദുൾ അസീസ്, റഫീഖ്, ബഷീർ തലമുണ്ട, അമീനുള്ള വാരം, സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിരോധിത മയക്കുമരുന്നായ MDMA-യുമായി 2 പേരെ തലശ്ശേരി പോലീസ് പിടികൂടി. കുറ്റ്യാടി സ്വദേശികളായ നബീൽ, അനൂപ് എന്നിവരാണ് പിടിയിലായത്. SI സജേഷ് C ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് തിരുവങ്ങാട് വെച്ച് 2 പേരും പിടിയിലായത്.
തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട തിരുവങ്ങാട് സെയ്താർപള്ളി എന്ന സ്ഥലത്ത് വെച്ച് SI സജേഷ് സി ജോസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവർ പിടിയിലായത്. ഇവരുടെ കൈവശത്ത് നിന്നും 85.005 ഗ്രാം പോലീസ് കണ്ടെടുത്തു. കണ്ണൂരിലുള്ളയാൾക്ക് വിൽപ്പനക്കായി കൊണ്ടുപോവുകയായിരുന്നു MDMA. കാറിലെ ഡാഷ്ബോർഡിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിലായിരുന്നു MDMA. ബാംഗ്ലൂരിൽ നിന്നുമാണ് വിൽപ്പനക്കായി MDMA കടത്തിക്കൊണ്ടുവരുന്നത്. ഇവരുടെ മയക്കുമരുന്ന് ഉറവിടത്തെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. തുടർന്ന് ഇവർ സഞ്ചരിച്ചു വന്ന കാർ കസ്റ്റഡിയിൽ എടുക്കുകയും NDPS ആക്ട് പ്രകാരം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സജേഷ് സി ജോസ്, ASI രാജീവൻ, CPOമാരായ നസീൽ, ശ്യാമേഷ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരളത്തിൽ ഡെങ്കിപ്പനി കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിൽ 10 മാസത്തിനിടെ 11,804 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം 41 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 32,453 പേരാണ് രോഗലക്ഷണവുമായി ഈ വർഷം ചികിത്സ തേടിയത്. 105 പേർ മരിച്ചത് ഡെങ്കി ലക്ഷണങ്ങളോടെയാണെന്ന സംശയവും ഇപ്പോൾ ബലപ്പെട്ടിട്ടുണ്ട്. മരിച്ചവർക്ക് നേരത്തെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരുന്നില്ലെന്ന സാങ്കേതിക കാരണത്താലാണ് ഈ മരണങ്ങളെ സംശയത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. രാജ്യത്തെ ഡെങ്കി കേസുകളിൽ കേരളമാണ് മുന്നിൽ. കർണാടകയും മഹാരാഷ്ട്രയുമാണ് തൊട്ടുപിന്നിൽ. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ 56% വർധനവുമുണ്ട്. കഴിഞ്ഞ വർഷം 4,468 കേസുകൾ മാത്രമായിരുന്നു. കഴിഞ്ഞ വർഷം 58 മരണങ്ങളുമുണ്ടായി. ഡെങ്കു കേസുകളിൽ വലിയ വർധന ഇക്കുറി ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് നേരത്തെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. രോഗവ്യാപനം കുറയ്ക്കാൻ തദ്ദേശ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ കൊതുക് നിർമ്മാർജ്ജനം ഉൾപ്പെടെ ആവിഷ്കരിച്ചുവെങ്കിലും പലയിടങ്ങളിലും കാര്യമായി നടപ്പായില്ലെന്നതിന് തെളിവാണ് കേസുകളിലെ വർധന. ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ കേസുകൾ ഇനിയും കൂടാനുള്ള സാധ്യതയാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5,635, പവന് 45,080 രൂപ, വെള്ളി 75 രൂപ. അറിയിപ്പ്. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിവിധ വകുപ്പുകളിൽ ഒഴിവുള്ള അധ്യാപക തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നു. ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയുടെ പകർപ്പും ബയോഡാറ്റയും സഹിതം പരിയാരത്തുള്ള കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാവണം. തത്സമയ പ്രവേശനം 28-ന്. തവനൂർ KLPG കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി എന്നീ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് തത്സമയ പ്രവേശനം നടത്തുന്നു. കീം റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലും കമ്മ്യൂണിറ്റി റിസർവേഷൻ പാലിച്ചുമായിരിക്കും പ്രവേശനം. താൽപര്യമുള്ളവർ എല്ലാ രേഖകളും സഹിതം മലപ്പുറം ജില്ലയിലെ തവനൂർ KLPG കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ഒക്ടോബർ 28-ന് രാവിലെ 10 മണിക്ക് ഹാജരാവണം. ഓംബുഡ്സ്മാൻ സിറ്റിംഗ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുന്നതിന് ഒക്ടോബർ 30-ന് ജില്ലാ MGNREGS ഓംബുഡ്സ്മാൻ KM രാധാകൃഷ്ണൻ പേരാവൂർ ബ്ലോക്ക് ഓഫീസിൽ സിറ്റിംഗ് നടത്തും. രാവിലെ 11 മുതൽ 12 മണി വരെയാണ് സിറ്റിംഗ്. പരാതികൾ നേരിട്ടും ഇമെയിൽ വഴിയും ഫോൺ തപാൽ വഴിയും സമർപ്പിക്കാം. ഡ്രൈവർ ക്ലീനർ ഒഴിവ്. ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NP ഫണ്ടിൽ ഉൾപ്പെടുത്തി ലഭ്യമാക്കിയ സ്കൂൾ ബസ്സിന് ഡ്രൈവർ ക്ലീനർ നിയമനങ്ങളിൽ തസ്തികകളിൽ നിയമനം നടത്തുന്നു. ആറളം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള പട്ടികവർഗ ഉദ്യോഗാർത്ഥികളായിരിക്കണം അപേക്ഷകർ. താൽപര്യമുള്ളവർ ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും തൊഴിൽ പരിചയം സംബന്ധിക്കുന്ന രേഖകൾ, ലൈസൻസി, ബാഡ്ജ് എന്നിവ സഹിതം ഒക്ടോബർ 27-ന് രാവിലെ 11 മണിക്ക് വാക്ക് ഇന്റർവ്യൂവിൽ ഹാജരാവണം. ഗാർഡൻ നിയമനം. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗാർഡനറെ നിയമിക്കുന്നു. പ്രവൃത്തി പരിചയമുള്ള PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഒക്ടോബർ 25-ന് രാവിലെ 10 മണിക്ക് അസൽ രേഖകൾ സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാവണം. പുനർലേലം. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൗണ്ടിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ലേലം ഒക്ടോബർ 28-ന് രാവിലെ 11:30-ന് നടത്തും. താൽക്കാലിക നിയമനം. ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിനായി സംവരണം ചെയ്ത താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട്. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. കുറഞ്ഞത് 6 മാസമെങ്കിലും ദൈർഘ്യമുള്ള മെഡിക്കൽ റെക്കോർഡ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള KUHS അംഗീകരിച്ച മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ കോഴ്സ്, അല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ് സയൻസ്. പ്രായം 18-നും 41-നും ഇടയിൽ.
ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും വിതരണം ചെയ്തു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെയും വിവിധ ഉപകാര്യങ്ങളിലെയും തൊഴിലാളികളുടെ മക്കളിൽ 2022-23 അധ്യയന വർഷം SSLC+2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും വിതരണം ചെയ്തു. കാലാവസ്ഥ. ബംഗാൾ ഉൾക്കടലിൽ ഹമൂൺ ചുഴലിക്കാറ്റ്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ടതും ശക്തവുമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 8 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ 8 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ഹമൂൺ ചുഴലിക്കാറ്റ് രൂപപ്പെടും. ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ല. ഇന്ന് രാവിലെയോടെ ചുഴലിയായി രൂപം പ്രാപിക്കും. രാവിലെയോടെ ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ച ഹമൂൺ ബുധനാഴ്ചയോടെ ബംഗ്ലാദേശ് തീരത്ത് കരതൊടും മുമ്പ് കാറ്റ് ദുർബലമാകും. ഇതിനിടെ കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ 23/10/2023 രാത്രി 11:30 വരെ 1.0 മീറ്റർ മുതൽ 3.0 മീറ്റർ വരെയും, തെക്കൻ കിഴക്ക് തീരത്ത് കുളച്ചൽ മുതൽ കിഴക്കര വരെ 23/10/2023 രാത്രി 11:30 വരെ 1.2 മുതൽ 3 മീറ്റർ വരെയും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സേഫ് ട്രാക്ക് റെയിൽവേ സുരക്ഷാ ബോധവൽക്കരണവുമായി SPC കേഡറ്റുകൾ. ലക്ഷ്യം യാത്രക്കാർക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക. കേട്ടുകേൾവിയില്ലാത്ത ക്രൂരതകളാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് അബ്ദുൾ സമദ് സമദാനി. സ്വന്തം മണ്ണിനു വേണ്ടി പോരാടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്റ്റേഡിയം കോർണറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം ഡെങ്കു പേടിയിൽ 10 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 11,804 കേസുകൾ. ഇടവിട്ടുള്ള മഴയും കനത്ത വെയിലും കൊതുക് വ്യാപനം കൂട്ടുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.